ഹലോ, കഥ കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ? 1001 രാത്രികളിലെ 15ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ മൂന്നാമത്തെ കലാന്തർ പറഞ്ഞ കഥ. ബഹുമാനപ്പെട്ട രാജകുമാരി, എൻ്റെ കഥ മറ്റ് 2 പേര് പറഞ്ഞതിൽ നിന്നും തീർത്തും വ്യത്യസ്തവും അവിശ്വസനീയവുമാണ്. അവർ 2 പേരും വിധിയുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളായിരുന്നുവെങ്കിൽ എൻ്റെ കാര്യം അതല്ല. എൻ്റെ ഒരു കണ്ണ് പൊട്ടിയതും താടി നഷ്ടമായതും എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ്. ഞാനൊരു രാജാവാണ്. എൻ്റെ അച്ഛൻ കാസിബ് രാജാവ് മരിച്ചപ്പോൾ ഞാൻ ഭരണം ഏറ്റെടുത്തു. ജനങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ച് നീതിപൂർവം ഭരണം നടത്തി. എൻ്റെ രാജ്യത്തിന് ചുറ്റും കടലാണ്. അനേകം ദ്വീപുകൾ എൻ്റെ അധീനതയിലുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പൽ യാത്ര എനിക്ക് എന്നും ഒരു ഹരമാണ്. ദ്വീപുകളെല്ലാം സന്ദർശിക്കാനുള്ള ഉദ്ദേശത്തോടെ ഒരു ദിവസം ഞാൻ യാത്ര പുറപ്പെട്ടു. 10 കപ്പലുകളിലായി 1 മാസത്തെ ആഹാരത്തിനുള്ള സാധനങ്ങൾ കരുതിയിരുന്നു. കാറ്റിൻ്റെ ഗതി അനുകൂലമായതുകൊണ്ട് 20 ദിവസത്തിനുള്ളിൽ മിക്കവാറും ദ്വീപുകൾ ഞങ്ങൾ സന്ദർശിച്ചു. പെട്ടെന്നൊരു ദിവസം രാത്രി കടൽ പ്രക്ഷുബ്ധമായി. നേരം പുലർന്നപ്പോൾ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു. അതുകൊണ്ട് തൊട്ടടുത്ത ദ്വീപിൽ കപ്പലടുപ്പിച്ച് 2 ദിവസം അവിടെ കഴിഞ്ഞു. വീണ്ടും 20 ദിവസം യാത്ര ചെയ്തിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. വഴി തെറ്റിപ്പോയെന്ന് കപ്പിത്താൻ പറഞ്ഞു. ഒരാൾ കൊടിമരത്തിന് മുകളിൽ കയറി നോക്കിയിട്ട് അറിയിച്ചു, വലതുവശത്ത് ജലനിരപ്പിൽ മീനുകളുണ്ട്. നേരെ മുന്നിൽ അകലെയായി കറുപ്പും വെളുപ്പും നിറങ്ങളിൽ എന്തോ ഒരു വസ്തു കാണുന്നു. അത് കേട്ട് കപ്പിത്താൻ വല്ലാതെ പരിഭ്രമിച്ചു. ആരും രക്ഷപ്പെടുകയില്ലല്ലോ ദൈവമേ എന്നുള്ള കപ്പിത്താൻ്റെ വിലാപം കേട്ട് ഞങ്ങളെല്ലാം അമ്പരന്നു. എന്താണ് കാരണമെന്ന് തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞു, തിരുമനസേ, കറുപ്പും വെളുപ്പും കലർന്ന ആ വസ്തു കാന്തശക്തിയുള്ള പർവ്വതമാണ്. കപ്പലിനെ അത് വലിച്ചടുപ്പിക്കും. തിരയുടെ ശക്തി കൂടിയാവുമ്പോൾ കപ്പൽ തകർന്നു പോകും. കപ്പലിലെ ഇരുമ്പാണികളെല്ലാം ഇളകി പർവ്വതത്തിൽ ചെന്ന് പറ്റിപ്പിടിക്കും. മലമുകളിൽ പിച്ചള കൊണ്ടുള്ള 10 തൂണുകൾ താങ്ങി നിർത്തുന്ന ഒരു മണ്ഡപമുണ്ട്. മണ്ഡപത്തിൻ്റെ നടുക്ക് കുതിരപ്പുറത്തിരിക്കുന്ന പടയാളിയുടെ പ്രതിമ കാണാം. ഓടുകൊണ്ടുള്ള ആ പ്രതിമ അവിടെ ഉള്ളിടത്തോളം കാലം ഈ കടലിൽ വരുന്ന കപ്പലുകൾക്ക് രക്ഷയില്ല. അതും പറഞ്ഞ് കപ്പിത്താൻ വീണ്ടും കരയാൻ തുടങ്ങി. ഞങ്ങൾ ആസന്നമായ മൃത്യുവെ പ്രതീക്ഷിച്ച് പരസ്പരം യാത്ര പറഞ്ഞു. പ്രഭാതമായപ്പോൾ പർവ്വതം കണ്ണിൽപ്പെടാൻ തുടങ്ങി. പെട്ടെന്ന് കപ്പൽ ഒന്ന് കുലുങ്ങി. അതിലെ ആണികളെല്ലാം ഇളകി മലയുടെ നേർക്ക് പറന്നുപോയി. കപ്പൽ ചിന്നിച്ചിതറി. ഞങ്ങൾ കടൽ തിരമാലകളിൽ പൊങ്ങിയും താണും കിടന്നു. വളരെ പേർ മുങ്ങി മരിച്ചു. അപൂർവം ചിലർ മാത്രം രക്ഷപ്പെട്ടിരിക്കും. രക്ഷപ്പെട്ടവർ പിന്നീട് ഒരിക്കലും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. കാരണം കൊടുങ്കാറ്റ് അവരെ വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. അല്ലാഹു എന്നെ രക്ഷിച്ചു. ഒരുപക്ഷെ കൂടുതൽ ക്ലേശകരമായ അനുഭവങ്ങൾ എനിക്കായി ദൈവം കരുതിയിരുന്നത് കൊണ്ടാവാം ഒരു പലകയിൽ അള്ളിപ്പിടിച്ച് കിടന്ന എന്നെ തിരമാലകൾ പർവ്വതത്തിൻ്റെ അടിവാരത്തിലെത്തിച്ചു. കഥ ഇത്രയുമായപ്പോഴേക്കും നേരം പുലർന്നു. ഷഹറസാദ് മൗനം ദീക്ഷിച്ചു. അടുത്ത രാത്രി സമാഗതമായപ്പോൾ ഷഹറസാദ് കഥ പറയാൻ ആരംഭിച്ചു. കാന്തപർവ്വതത്തിൻ്റെ അടിവാരത്തിലെത്തിയ ഞാൻ അല്ലാഹുവിനെ പ്രാർത്ഥിച്ചു. കൊടുങ്കാറ്റടങ്ങി. കടൽ ശാന്തമായി. പാറയിൽ കൊത്തിയുണ്ടാക്കിയ പടവുകൾ കയറി ഞാൻ മലമുകളിലെത്തി. പിച്ചള കൊണ്ടു തീർത്ത മണ്ഡപം കണ്ടു. പക്ഷേ ക്ഷീണം നിമിത്തം അവിടെ കിടന്നുറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ശബ്ദം എന്നോട് ഇങ്ങനെ പറഞ്ഞതായി തോന്നി, രാജകുമാര, നീ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ കാൽ ചുവട്ടിൽ കുഴിച്ചു നോക്കണം. ചെമ്പ് കൊണ്ടുള്ള ഒരു വില്ലും ഈയം കൊണ്ട് നിർമ്മിച്ച 3 അമ്പുകളും കിട്ടും. മന്ത്രശക്തിയുള്ള ആ അമ്പുകൾ കൊണ്ട് കുതിരപ്പുറത്തിരിക്കുന്ന പടയാളിയുടെ പ്രതിമ തകർക്കണം. പ്രതിമ കടലിൽ വീഴുമ്പോൾ തിരമാലകൾ മാനമുട്ടെ ഉയരും. തിരകൾക്കു മീതെ
ഒരു വള്ളം പ്രത്യക്ഷപ്പെടും. വള്ളക്കാരന് കുതിരപ്പുറത്തിരിക്കുന്ന പ്രതിമയുടെ അതേ ഛായയാണ്. എന്നാൽ അയാൾ മറ്റൊരു വ്യക്തിയാണ്. നീ ആ വള്ളത്തിൽ കയറിയിരുന്നാൽ 10 ദിവസം തുഴഞ്ഞ് നിന്നെ നാട്ടിലെത്തിക്കും. പക്ഷേ ഒരു കാര്യം, യാത്രക്കിടയിൽ അല്ലാഹുവിൻ്റെ നാമം മാത്രം ഉച്ചരിച്ചു പോകരുത്. ഞാൻ ഉണർന്നപ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ എല്ലാം ചെയ്തു. അമ്പും വില്ലും കണ്ടെടുത്ത് പ്രതിമയെ തകർത്ത് കടലിലിട്ടു. തിരമാലകൾ ഉയർന്നപ്പോൾ ഒരു വള്ളം ദൃശ്യമായി. വള്ളക്കാരൻ അതിസമർത്ഥമായി 10 രാവും 10 പകലും തുഴഞ്ഞു. ഒടുവിൽ കര കണ്ടപ്പോൾ ആഹ്ലാദത്തോടെ ഞാൻ വിളിച്ചു, അല്ലാഹുവിന് സ്തുതി, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. അത് പറഞ്ഞു തീർന്നതിനു മുമ്പ് വള്ളക്കാരൻ എന്നെ എടുത്ത് കടലിലിട്ട് ദൂരേക്ക് തുഴഞ്ഞുപോയി. നീന്താൻ നല്ല വശമുണ്ടായിരുന്നതിനാൽ പകൽ മുഴുവൻ ഞാൻ വള്ളത്തിൽ പൊങ്ങിക്കിടന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും കൈകാലുകൾ തളർന്നു. കടലിലായിരിക്കും എൻ്റെ അന്ത്യമെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ഒരു വൻതിര എന്നെ പൊക്കിയെടുത്ത് കരയിലേക്ക് തള്ളി. ക്ഷീണിച്ച ഞാൻ കടൽ തീരത്ത് കിടന്നുറങ്ങി. ചെറിയൊരു ദ്വീപിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്തെല്ലാം ആപത്തുകളെയാണ് കുറഞ്ഞൊരു നാളുകൾക്കുള്ളിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതെന്ന് ചിന്തിച്ച് അവിടെ നിന്നപ്പോൾ ഒരു കപ്പൽ കരയ്ക്കടുക്കുന്നത് കണ്ടു. അത് മറ്റൊരാപത്തിൻ്റെ സൂചനയാണോ എന്നറിയാൻ ഞാൻ ഒരു മരത്തിൽ കയറി ഒളിച്ചിരുന്നു. കരയിലേക്ക് വന്ന കപ്പലിലുള്ളവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം കഥയുടെ ബാക്കി പറഞ്ഞു തരാൻ വേണ്ടി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ.